ബി.ജെ.പി. വിജയപ്രതീക്ഷ വച്ചിരിക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ. തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും തൃശൂർ എടുക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ മുന്നിൽ വന്ന് ഷോ ഇറക്കാൻ സുരേഷ് ഗോപിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ചില ആരോപണങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് സമയത്തും അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പക്ഷേ സുരേഷ് ഗോപി എന്ന മനുഷ്യനെ തിരിച്ചറിയുന്ന നിരവധി പേരുണ്ട്. അതിൽ കൂടുതലും സഹാക്കന്മാർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരേഷ് ഗോപിയുടെ നല്ല മനസ്സ്, ജനങ്ങളെ സേവിക്കാനുള്ള സുരേഷ് ഗോപിയുടെ മനസ്സ്, ജനങ്ങളുടെ വേദന തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സുരേഷ് ഗോപി, ആ സുരേഷ് ഗോപിയാണ് സഹാക്കന്മാർ, തൃശ്ശൂരിലെ സഹാക്കന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ചില വിവരങ്ങൾ പുറത്തു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിച്ച സഹാക്കന്മാർ ഇറങ്ങുന്നു എന്നുള്ളതാണ്. അതായത് പിണറായി ഭരണത്തെയും പിണറായിസത്തെയും വെറുത്തുകൊണ്ട് ഈ പിണറായി ഭരണം ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടല്ല, സഹാക്കന്മാരുടെ കീശ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സഹാക്കന്മാർ, തൃശ്ശൂരിലെ സഹാക്കന്മാർ സുരേഷ് ഗോപിക്കായി രംഗത്തിറങ്ങുന്നത്. സുരേഷ് ഗോപി ജയിച്ചു വന്നാൽ തൃശ്ശൂരിന് മാത്രമല്ല കേരളത്തിൽ ഒന്നടങ്കം വികസനം വരും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ഇത്തവണ പറ്റരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ സുരേഷ് ഗോപിക്ക് തന്നെ തൃശ്ശൂര് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയോടൊപ്പം ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് നിൽക്കുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഇല്ലാത്ത മനുഷ്യനാണ്. ബി.ജെ.പിയുടെ നേതാവാണെങ്കിൽ പോലും, ബി.ജെ.പിക്ക് വേണ്ടിയാണ് അദ്ദേഹം മത്സരിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന, അദ്ദേഹത്തിൻ്റെ അടുത്ത സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും അദ്ദേഹം നോക്കാറില്ല. തന്നാൽ കഴിയുന്ന സഹായം അത് കൃത്യമായി ചെയ്യാൻ ഏത് നിമിഷവും സുരേഷ് ഗോപി സന്നദ്ധനാണ്. വിമർശനങ്ങളെ അതിൻ്റെ രീതികൾ നേരിടാനും പറയേണ്ട കാര്യങ്ങൾ, നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പറയാനും സുരേഷ് ഗോപി കാണിക്കുന്ന തൻ്റെടവും ചങ്കുറപ്പുമാണ് ഒരുപക്ഷെ മറ്റു സ്ഥാനാർത്ഥികളിൽ നിന്ന് സുരേഷ് ഗോപിയെ വ്യത്യസ്തനാക്കുന്നത്. അതുതന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന സഹാക്കന്മാർ തന്നെ വിളിച്ചു പറയാനുള്ള കാരണം. 2019 തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ ടി.എൻ. പ്രതാപൻ, രാജാജി മാത്യു തോമസ്, സുരേഷ് ഗോപി എന്നിവരാണ് മത്സരത്തിന് നിന്നത്. കോൺഗ്രസിന് വേണ്ടി ടി.എൻ. പ്രതാപനും ഇടതുപക്ഷത്തിന് വേണ്ടി രാജാജി മാത്യു തോമസും ബി.ജെ.പിക്ക് വേണ്ടി സുരേഷ് ഗോപിയുമാണ്. അന്ന് ടി.എൻ. പ്രതാപനാണ് ജയിച്ചത് 4,15,089 വോട്ടോടെ. രണ്ടാം സ്ഥാനം രാജാജി മാത്യുവിനായിരുന്നു 3,21,456 വോട്ട്. സുരേഷ് ഗോപിക്ക് 2,93,822 വോട്ട് ലഭിച്ചു. ആ വോട്ട് വിഹിതം കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, ജയിക്കുക എന്നുള്ളത് കൂടി ഇത്തവണ ബി.ജെ.പി. വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളും അതിൻ്റെ ക്രമീകരണങ്ങളും തന്നെയാണ് തൃശ്ശൂരിൽ ബി.ജെ.പി. നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിണറായിയെ അല്ലെങ്കിൽ പിണറായിസത്തെ, പിണറായി സർക്കാരിനെ ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. അവർ മാറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇടതുപക്ഷക്കാർ ഇനിയും വന്നാൽ ഇവിടെ ഒന്നും ശരിയാവില്ല എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് സഹാക്കന്മാർ തന്നെ എന്നുള്ളതാണ് ഏറെ വിചിത്രമായ കാര്യവും. എന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി സഹാക്കന്മാർ തന്നെ വോട്ട് ചോദിച്ചിറങ്ങുമ്പോൾ മനസ്സിലാക്കുക പിണറായി ഭരണത്തെ എത്രത്തോളം അവർ വെറുക്കുന്നു എന്നുള്ളത്.